Hello, hi, dear friends. അപ്പോൾ ഇന്ന് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവാണ്. രാവിലത്തെ പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊന്ന് ഗാർഡനിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഇന്ന് മോളീസ് ഗാർഡനിലെ വിളവെടുപ്പ് മഹോത്സവമാണെന്ന് തന്നെ പറയാം. ധാരാളം ടൊമാറ്റോസൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. പല പല സ്റ്റേജസിലാണ്. പച്ചയുണ്ട്, പഴുത്തതുണ്ട്, പിന്നെ പഴുക്കാറായതുണ്ട്. പക്ഷെ ചെറിയ സൈസാണ് കേട്ടോ. സൈസ് ചെറുതാണെങ്കിലും ധാരാളമായിട്ട് ഈൽഡ് തരുന്നുണ്ട്. അതായത് ഒരുപാട് കിട്ടുന്നുണ്ട്. നോക്കൂ, ഇഷ്ടം പോലെ ഇനിയും കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ടൈപ്പും പറിക്കാൻ പോകുന്നുണ്ട്. അതായത് പഴുത്തതും പറിക്കാം, കുറച്ച് പച്ച പറിക്കാം. പച്ച വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് ചീരയുടെയൊക്കെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്കയും കുറേയൊക്കെ ഇങ്ങനെ കറക്റ്റ് പാകത്തിന് റെഡിയായി നിൽക്കുന്നുണ്ട്. പല സൈസിലാണ് കേട്ടോ. എല്ലാം ഒരുപോലെയല്ല, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. പക്ഷേ പിഞ്ച് നോക്കിയിട്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഫുള്ളായിട്ട് റെഡിയാകാൻ വെച്ചാൽ പെട്ടെന്ന് മുറ്റിപ്പോകും. അതാണ് കാര്യം. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ മുറിച്ചെടുക്കണം. ഇനി വഴുതനങ്ങ, കത്തിരിക്ക, അത് പല സൈസ്, പല കളർ. അപ്പോൾ ഇവിടെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചെടികളെല്ലാം കുറേയെല്ലാം കാലാവധി കഴിഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനത കസ്തൂരി മഞ്ഞൾ ഇത് പടർന്ന് പന്തലിച്ചത് ഈ അവസ്ഥയിലായി കണ്ടോ. പക്ഷേ ഇതിങ്ങനെ കരിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും തിളിർത്തു. അതായത് പുതിയ പുതിയ ബ്രാഞ്ചസാണ് പിന്നെ വന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കസ്തൂരി മഞ്ഞൾ എടുക്കാം ആക്ച്വലി പറഞ്ഞാൽ. എന്നിട്ട് വേണമെങ്കിൽ ഇത് റീപ്ലാന്റ് ചെയ്യാം. ഇതിങ്ങനെ ഓവർഫ്ലോ ആയി. നമ്മളിപ്പോൾ ആ മണ്ണെല്ലാം പോകാനായിട്ട് കുതിർക്കുക. മണ്ണെല്ലാം പോയിട്ട് ആ വേരോടുകൂടി ഓരോ മൂടായിട്ട് ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് റീപ്ലാന്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഉണങ്ങിയ ഭാഗമുള്ളത് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പക്ഷെ അതെല്ലാം നമ്മൾ റീപ്ലാന്റ് ചെയ്യണം. ഇത് നല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ വേരും എല്ലാമാണ്. ഓക്കെ, ചെടി നല്ല ഇത് പക്ഷേ വിളഞ്ഞതല്ല, നമ്മളിപ്പോൾ ഇളക്കിയെടുത്താണ് കുറച്ചുകൂടെ മാറ്റി റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി. വേരധികം പൊട്ടാണ്ട് ഇളക്കിയെടുക്കാനാണ് ഇങ്ങനെ മണ്ണ് വാഷ് ചെയ്തെടുക്കും. അത് നമ്മുടെ കസ്തൂരി മഞ്ഞ റെഡി. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വിളഞ്ഞതാണ് അല്ലേ, ഈ ഭാഗത്തൊക്കെ ഇതെല്ലാം. അപ്പം വിളഞ്ഞ ഭാഗങ്ങൾ നമ്മൾ എടുത്തു മാറ്റുന്നു, ബാക്കിയെല്ലാം റീപ്ലാന്റ് ചെയ്യുന്നു. അതാണ് പുതിയ ഐഡിയ. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. ഇതാണ് ശരിക്കുമുള്ള കസ്തൂരി മഞ്ഞൾ. അതായത് യെല്ലോ കളറല്ല, മഞ്ഞക്കൂവയല്ല, ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. നല്ല മണമുള്ള ഇതാണ്. വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെക്കേണ്ടത്. ഇപ്പോൾ ഫ്രഷായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം, ഉരച്ചിട്ട്. നല്ല ഫ്രഷ് ഫ്രം ദ ഫാം. നൈസ്. ഇത്രയും ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. വിളവെടുപ്പ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. നൈസ്. എൻ്റെ അമ്മോ, എന്താ മണം. ആഹാ, പ്യുവർ. ദിസ് ഈസ് ദ പ്യുവർ കസ്തൂരി മഞ്ഞൾ. അയ്യോ, എനിക്ക് മണത്തിട്ടും മതിയാവുന്നില്ല. ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കൈ കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഐ ആം വെരി ഹാപ്പി. അപ്പോൾ ഇനി നമ്മൾ ബ്യൂട്ടി വ്ളോഗിൽ കാണാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ കസ്തൂരി മഞ്ഞൾ എന്ന് ഞാൻ പറഞ്ഞ് കാണിക്കുമ്പോൾ ഇത് തന്നെ ആയിരിക്കും. ഇനി ഇതിനെ അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് റൗണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെയിലത്തിട്ട് ഉണങ്ങി പൊടിച്ച് വയ്ക്കും. പക്ഷേ ഇതിൻ്റെ ഒറിജിനലായിട്ട് കുറച്ച് ഞാൻ വെച്ചേക്കും കേട്ടോ, ഉരച്ചെടുക്കാനായിട്ട്. അത് ഫ്രഷായിട്ട്. ഇത് നോക്കിയേ, മോളീസ് ഗാർഡനിൽ നിന്ന് കിട്ടിയ പച്ചക്കറികളുടെ ഏകദേശമൊക്കെ. ഇനി കുറച്ച് പച്ചത്തക്കാളിയും കൂടി പറിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ടോട്ടൽ ഈൽഡ് ആയി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. ഇന്ന് കക്ക തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കക്ക ഇഷ്ടം പോലെ സ്റ്റോക്കാണ്. അപ്പോൾ കക്ക ഇറച്ചി വെച്ചിട്ട് തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ. ആദ്യമേ തന്നെ കക്ക തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വെക്കാം. തരിതരിപ്പായിട്ട് തോരനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒന്ന് അരയണം, അത്രേ ഉള്ളൂ. ഏതാണ്ട് ഒരു 2 കപ്പ് തേങ്ങ ചിരകിയത് വേണം. പിന്നെ കൊച്ചുള്ളി ഒരു 4 എണ്ണം,
പിരിയൻ മുളകിൻ്റെ പൊടി 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കക്ക ഇറച്ചിതേ വെള്ളത്തിൽ കിടക്കുന്നു, നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 1/4 വേഗ് വെന്ത് കഴിഞ്ഞതാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കക്ക ആവിയിൽ വേവിച്ചിട്ടാണല്ലോ അതിനകത്തുനിന്ന് എടുക്കുന്നത്, തോട് മാറ്റിയിട്ട്. പിന്നെ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ തോരനൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അകത്തൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മണ്ണ് പോകുന്ന പോലെ നന്നായിട്ട് ലാഞ്ചി കഴുകി എടുത്താൽ മതി. ശരിക്കും നന്നായിട്ട് കഴുകണം, അത്രേ ഉള്ളൂ. മണ്ണുണ്ടാവാൻ പാടില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചട്ടി ചൂടായി കഴിഞ്ഞു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇനി ഒരു താളിക്കൽ 1 ടീസ്പൂൺ കടുക്, കറിവേപ്പില, ഒരു 3 വറ്റൽമുളക് മുറിച്ചതും ചേർക്കുന്നു. മൂത്ത് തുടങ്ങി. ഇനി 2 കാര്യങ്ങൾ ചതച്ചത് ചേർക്കുന്നു. 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും 1.5 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും. നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിക്കാം. ഇനി കുറച്ച് കൂടുതൽ കൊച്ചുള്ളി ചേർക്കുവാണെങ്കിൽ ഞാൻ ഏതാണ്ട് 1 കപ്പോളം കൊച്ചുള്ളി, പക്ഷേ വലിയ കഷ്ണങ്ങളായിട്ടാണ്. ഓരോ ഉള്ളിയും ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറുകെ മുറിച്ചിരിക്കുവാണ്. അപ്പം നല്ല വലിയ പീസായിട്ട് തന്നെ തോന്നും, ഉണ്ട പീസായിട്ട്. അപ്പോൾ ഒരുപാട് വേണം കേട്ടോ, 1 കപ്പോളം വേണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് കളറ് മാറുന്ന പോലെ മൂക്കണ്ട, ഒന്ന് വാടിയാൽ മതി. നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ ഉള്ളിയുടെ കളറൊന്നും മാറണ്ട, വാടിക്കഴിഞ്ഞു നന്നായിട്ട്. ഇനി അരച്ച അരപ്പും കൂടി ചേർക്കാം. തേങ്ങ ഞാൻ നേരത്തെ ആദ്യം കാണിച്ചില്ലേ, തേങ്ങയുടെ ആ ഒരു കൂട്ട്, ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് തേങ്ങ ചെറുകിയതാണിത്. 4 ചെറിയ ഉള്ളിയുണ്ട്, പിരിയമുളകിൻ്റെ പൊടിയുണ്ട് 1.5 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി, ഇത്രേ ഉള്ളൂ. തരിതരിപ്പായി അരച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തോരൻ പാകത്തിനെക്കാട്ടിലും ഇച്ചിരി കൂടെ വേണം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പോൾ അതേ കക്ക ഇറച്ചി പിഴിഞ്ഞതും വയ്ക്കുന്നു. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ 1/4 വേഗ് വെന്തതാണ്. അപ്പോൾ ഇനി ഒരു 1/4 ഭാഗം വെന്താൽ മതിയാകും. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പും കക്കയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കട്ടെ, ആ ഉള്ളിയും ഒക്കെ. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. പാത്രം ഒന്ന് അടയ്ക്കാം. ഇനി ചെറിയ തീയിൽ കിടന്ന് വേകട്ടെ ഒരു 10 മിനിറ്റ്. അടപ്പ് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഏതാണ്ടൊക്കെ മാറിയിട്ടുണ്ടാകും. ഉപ്പ് നോക്കട്ടെ, കുറച്ചുപ്പും കൂടി വേണം. ഇനി ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ചിടാം. ഓക്കെ, അരപ്പൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഈ കക്ക ഇച്ചിരൂടെ വേകാനുണ്ട്. പ്ലസ് ഈ അരപ്പും കക്കയും കൂടി കിടന്ന് കുറച്ചുകൂടി ഒരു പിടുത്തം വരാനുണ്ട്. അതുകൊണ്ട് വീണ്ടും പാത്രം അടച്ച് വേവിക്കാം. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അതേ നോക്കിയേ, അടപ്പ് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം കണ്ടല്ലോ അല്ലേ? അത് ആ അരപ്പിലേക്ക് കക്കയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. അപ്പോൾ കക്കയുടെ ബാക്കി വേഗം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ബാക്കി വെള്ളവും കൂടി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ കിടന്ന അരപ്പ് ഒന്നുകൂടി ഒന്ന് വേകും. ഇനി പാത്രം അടച്ചിടേണ്ട ആവശ്യമില്ല. ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇച്ചിരി ഉപ്പും കൂടി വേണം, ഉപ്പ് ചേർക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അടപ്പ് തുറന്ന് തന്നെ ഇട്ടിട്ടാണ് ഞാനിനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഡ്രൈ ആയാൽ മതി. ഒരുപാട് തുറന്ന് വന്നില്ലെങ്കിലും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം, അത്രേ ഉള്ളൂ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാനേ. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകും. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എത്ര കുരുമുളക് പൊടി വേണമെങ്കിലും ഈ സ്റ്റേജിൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ നോക്കിയേ, റെഡി ആയി കഴിഞ്ഞു. കുറച്ച് നേരം ഇങ്ങനെ ഓപ്പണാക്കിയിട്ട് ഞാൻ ഇളക്കി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം ഡ്രൈ ആയി കഴിഞ്ഞു. അരപ്പിങ്ങനെ നമ്മുടെ ഈ കക്ക ഇറച്ചിയിൽ പൊതിഞ്ഞിരിക്കുന്ന പാകം, അതാണ് പാകം. ഏതാണ്ട് ഫൈനലായി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ചേർക്കുവാണ്.
ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു മസാലയുടെ ടേസ്റ്റ് കൂടി ഉള്ളത് നല്ലതാണ് ഈ കക്ക ഇറച്ചി തോരന്. ഇനി അടച്ചിട്ടൊന്നും വേണ്ടത് ഇങ്ങനെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ആഹാ, അടിപൊളി. എന്ത് ടേസ്റ്റ് അറിയാം. ഫൈനലായിട്ട് കണ്ടോളൂ, ഇതാണ് അതിൻ്റെ ടെക്സ്ചർ. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അല്പം ഒന്ന് കുഴഞ്ഞിരിക്കണം, അതേസമയം തോർന്നിരിക്കുകയും വേണം. നമ്മൾ ഈ കണവ തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ്. സെയിം കൊഞ്ച് കണവ പോലെ കക്ക ഇറച്ചി തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ മൂളീസ് കടലിൽ നിന്നും കൊണ്ടുവന്ന പച്ചത്തക്കാളി കൊണ്ടൊരു കൂട്ടുണ്ടാക്കാൻ പോകണു. അതിനായിട്ട് ചെറുപരിപ്പ്, ഒരു 1/4 കപ്പ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും വേണ്ട, വെറുതെ ചട്ടിയിലിട്ടൊന്ന് വറുത്ത് എടുത്താൽ മതി. കളറൊന്നും മാറണ്ട, അതേ നോക്കിയേ, ഒന്ന് ആ ഒരു പച്ച ചുവയൊക്കെ മാറണത്രേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പച്ചത്തക്കാളി. ഏതാണ്ട് ഒരു 10-12 എണ്ണം ഉണ്ട്. മൂളീസ് ഗാർഡനിൽ നിന്നും പറിച്ചതാണ് കേട്ടോ. വലുതും ചെറുതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു 10-12 എണ്ണം വരും. നമ്മുടെ പുതിയ കുക്കറാണ്. ഈ ചെറിയ കുക്കറിലേക്ക് കഴുകിയെടുത്ത് ആ വറുത്ത ചെറുപരിപ്പും ഏകദേശം ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. പച്ചത്തക്കാളി വലുതായി മുറിച്ചതാണ്. ഓരോന്നും 2ആയിട്ടും 3ആയിട്ടും ഒക്കെ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് പിരിയൻ മുളക് പൊടി. ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല, 3/4 ടീസ്പൂൺ വരെ ആകും. ഒരല്പം വെള്ളം കൂടി ചേർക്കുകയാണെ, ഒരു 1/4 കപ്പ്. ഇനി ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുക്കർ അടയ്ക്കുന്നു. ഇനി ഒരു വിസിൽ കേട്ടാൽ മതി, അതുവരെ ഒന്ന് വേവിക്കാം. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുമ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെന്താ ഒരു വലിയ അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും, പിന്നെ ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം. ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒരുവിധം മഷി പോലെ, അതായത് ചെറിയ തരിതരിപ്പാകാം, കുഴപ്പമില്ല. കുക്കറിൽ വേഗം വെച്ചിരുന്ന ചെറുപരിപ്പ് പച്ചത്തക്കാളി എല്ലാം റെഡിയായിട്ടുണ്ട്. അത് കുക്കറിൽ നിന്ന് മാറ്റി ഇതേ പരന്ന നമ്മളുടെ ചട്ടിയിലേക്ക് ഒഴിക്കുന്നു. കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് വെന്ത കുഴഞ്ഞ പാകം. അപ്പോൾ ഒരു വിസിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 വിസിൽ അത്രയും മതിയാകും. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്തായാലും നന്നായിട്ട് വേഗണം പരിപ്പ്, അത്രേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കാം. തേങ്ങയുടെ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മിക്സി ബൗൾ കഴുകിയ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ചെറിയ രീതിയിലിട്ടിരിക്കുവാണ് ഞാൻ. ഇനി കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നു. ഒരു 1/2 കപ്പോളം വെള്ളം വീണ്ടും ആ ജാറിൽ തന്നെ കലക്കി ഒഴിക്കുകയാണ്. ഇച്ചിരൂടെ ഉപ്പ് ചേർക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായിട്ട് കുറുകി ഒരു കുഴമ്പ് പാകമാകട്ടെ. അപ്പോൾ ഒരു ചെറിയ മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നു. ഇനി കുറച്ച് താളിച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും 3 വറ്റൽമുളകും കറിവേപ്പില, ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ കടുക് ഉണ്ടാകും. അത് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ താളിച്ചങ്ങോട്ട് ഒഴിക്കുകയായിരുന്നു, കാണിക്കാൻ പറ്റിയില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. താളിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല. ഇനി ഇരുന്ന് കുറുകിക്കോളും. തീ ഒന്ന് ഓഫാക്കിയാൽ ഇത് ചട്ടിയിലായതുകൊണ്ട് ആ ചട്ടിയുടെ ഒരു ചൂട് കൊണ്ട് ഇരിക്കുന്നതോറും അത് കുറുകിക്കൊണ്ടേയിരിക്കും. ഏതാണ്ട് തണുത്ത് വരുമ്പോൾ ഇതൊരു കുഴമ്പ് പാകമായിട്ട് വരും. അപ്പോൾ അതേ പച്ചത്തക്കാളി ചെറുപരിപ്പ് കൂട്ടും റെഡി. വളരെ ടേസ്റ്റിയാണ്, ഈസി ടു മേക്ക്. എന്ത് എളുപ്പമല്ലേ. ഇനി അടുത്തത് ഒഴിക്കാനായിട്ട് പച്ചമോര് ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ഫേവററ്റാണ്. നല്ല കട്ടിയുള്ള തൈരായിരുന്നു. 1 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല കുറുകിയ മോരാക്കി എടുത്തു. അതാണ് പാത്രത്തിലേക്ക് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച കാര്യങ്ങൾ ചേർക്കുന്നു. ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തു. ഏതാണ്ട് ഒരു 2 ടീസ്പൂൺ വരും ചതച്ചത്. ഒരു 5 കൊച്ചുള്ളി ചതച്ചതുണ്ട്. 2 പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പില ചതച്ചത്. പച്ചമുളക് കറിവേപ്പില ഒന്നിച്ച് ചതച്ചു.
ഇച്ചിരി ഉപ്പ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ എന്താ ടേസ്റ്റാണെന്നറിയോ. ഇച്ചിരി കൂടെ ഉപ്പ് വേണം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ കൊണ്ട് ഞെകിടി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ കൊച്ചുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ആ മോരിലേക്ക് ഇറങ്ങുമ്പോൾ ആഹാ പറഞ്ഞറിയിക്കാൻ വേണ്ട സ്വാദാണ്. ഇത്രയും സിമ്പിളും ടേസ്റ്റി ആയിട്ട് മറ്റൊരു ഒഴിച്ചുകറി എൻ്റെ അഭിപ്രായത്തിലില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ പച്ച മോരും റെഡി. അപ്പോൾ എല്ലാ എളുപ്പത്തിൽ തന്നെ കാര്യം കഴിഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു നാടൻ ഊണ് ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കക്ക എല്ലാം വാങ്ങിക്കാൻ പോയ സമയത്ത് ഇനി അങ്ങോട്ട് കക്ക ഫെസ്റ്റാണെന്ന്. അപ്പോൾ കക്ക തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പച്ച മോരുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മോര്. പച്ചത്തക്കാളിയും ചെറുപരിപ്പ് കൂട്ട് എല്ലാ കാര്യങ്ങളും റെഡി. അപ്പോൾ എല്ലാ ദിവസത്തെ വിശേഷങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്ത് പോവാണ്. ഇനി ചോറും എല്ലാം കൂടി ഒന്ന് വിളമ്പട്ടെ. സ്വല്പം ചോറ്, നമ്മുടെ ചമ്പാവരി ഇവിടെ ശരിക്കും നന്നായിട്ട് വേകണം. എനിക്കാണെങ്കിലും പൂച്ചേട്ടനാണെങ്കിലും എല്ലാവർക്കും ചോറ് വേകുന്നതാണ് ഇഷ്ടം. അനുവിനാണെങ്കിലും. അനുക്കുട്ടിക്ക് വൈറ്റ് റൈസും ഇഷ്ടമാണ്. വിഷ്ണുവിന് പക്ഷേ ചമ്പാവരി മസ്റ്റാണ്. നമ്മുടെ കക്ക ഇറച്ചി തോരൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കൊഞ്ച്, കണവ മുതലായ കാര്യങ്ങൾ പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. കൂടുതലും പെപ്പറിൻ്റെ സാന്നിധ്യം കൂടുതൽ കാണാം. ഭയങ്കര ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ടേസ്റ്റി യമ്മി. ക്ലീനിങ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒട്ടും തന്നെ മണ്ണൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ പച്ചത്തക്കാളി, പരിപ്പ്, ചെറുപരിപ്പ് കൂട്ട്. പ്ലേറ്റിൽ വെച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി ലൂസ് പോലെ തോന്നിയല്ലോ. അങ്ങനെയല്ല, ഇരിക്കുമ്പോൾ അതിങ്ങനെ കുറുകും. ഇച്ചിരി മാങ്ങ, അതല്പം മാങ്ങ അച്ചാറും കൂടി വെക്കട്ടെ. അച്ചാറുകളിൽ എൻ്റെ പ്രിയപ്പെട്ട അച്ചാറാണിത്. ഇനി കുറച്ച് പച്ചമോര്, കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും, എന്താ ഇല്ലാത്ത കറിവേപ്പില, ലാവിഷ്. പ്ലേറ്റ് നിറച്ച് കാര്യങ്ങളായി കഴിഞ്ഞു. കഴിക്കട്ടെ. ഞാൻ ടേസ്റ്റ് പറഞ്ഞുതരാവേ. കക്ക ഇറച്ചി തോരൻ ചോറിൻ്റെ കൂടെ അത് മാത്രം മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോണു. ആഹാ, എന്താ ടേസ്റ്റ്. ഇതേത് ഫോമിൽ കഴിച്ചാലും സ്വാദാണ്. ഭയങ്കര ഹെൽത്തിയുമാണ്. അടിപൊളി, വെരി ടേസ്റ്റി. ആൻഡ് ഇത് പച്ചത്തക്കാളി വെച്ചിട്ടുള്ള ഈ കൂട്ടറിയണ്ട എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇവിടെ എരിശ്ശേരിയൊക്കെ മാതിരി തോന്നും, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വെജിറ്റേറിയൻസിന് പറ്റിയൊരു കാര്യമാണ്. അടിപൊളി, ഗംഭീരം. മാങ്ങാക്കറി ഇങ്ങനെ നന്നായിട്ട് പഴകി കഴിഞ്ഞു. ഇട്ട് വെച്ചിട്ട് ഒരാഴ്ചയിൽ കൂടുതലേ. അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ അലുത്ത് വന്നിട്ടുണ്ട്. പച്ചമോരും ഒക്കെ ആയിട്ട് മിക്സിങ് മൈ ഫേവറേറ്റ് കോമ്പിനേഷൻസ്. എന്ത് രസമാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. മാങ്ങാക്കറിയും മോരും ആഹാ, പ്ലസ് ഇടയ്ക്കിടയ്ക്ക് കക്ക ഇറച്ചി, തക്കാളി, കളിപ്പരിപ്പ്, അടിപൊളി. അങ്ങനെ നല്ല ടേസ്റ്റി ഫുഡ് കഴിച്ച് ഞാൻ ആസ്വദിച്ച് കഴിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇതുപോലെ ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ സന്തോഷമായില്ലേ? എനിക്ക് വലിയ സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക്സ് വരാൻ മറക്കണ്ട കേട്ടോ. ഈ കാര്യത്തിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരണേ. ഓക്കെ, ഫിനിഷ് ചെയ്യട്ടെ.